പശ്ചിമേഷ്യൻ യുദ്ധം കൊടുമ്പിരിക്കൊണ്ടിരിക്കുമ്പോൾ ഇറാന്റെ തിരിച്ചടികൾ താങ്ങാവുന്നതിലും അപ്പുറമാണെന്ന് അമേരിക്ക തിരിച്ചറിയുന്നുണ്ട്. അമേരിക്കയുടെ പ്രതിരോധ മേഖലയുടെ ബജറ്റിനും അപ്പുറം ചെലവ് വന്നതായി പെന്റഗൺ സ്ഥിരീകരിക്കുന്നുണ്ട്. സംഘർഷം 20-ാം ദിവസം കടക്കുമ്പോൾ ആദ്യ 14 ദിവസം കൊണ്ട് മാത്രം $800 മില്യൺ നഷ്ടമാണ് അമേരിക്കയെ തേടിയെത്തിയിരിക്കുന്നത്. അതായത് ഏകദേശം 6600 കോടി രൂപയുടെ നഷ്ടം അമേരിക്കയ്ക്കുണ്ടായിട്ടുണ്ട്. അമേരിക്ക ഇറാനെ ലക്ഷ്യമിട്ട് ചില അറബ് രാജ്യങ്ങളിലും ചില ദ്വീപുകളിലും സൈനിക ഇടത്താവളങ്ങൾ സ്ഥാപിച്ചു കഴിഞ്ഞു. കോടിക്കണക്കിന് രൂപയാണ് ഇതിനായി അമേരിക്ക ചെലവഴിക്കുന്നത്. ഈ സൈനിക താവളങ്ങൾ ഏറെക്കുറെ പൂർണ്ണമായും ഇറാന്റെ ആക്രമണത്തിൽ തകർന്നടിഞ്ഞിട്ടുണ്ട്. ഇത് പുനഃസ്ഥാപിക്കണമെങ്കിലും കോടിക്കണക്കിന് രൂപ അമേരിക്കയ്ക്ക് ആവശ്യമാണെന്നിരിക്കെ അത്തരം നീക്കങ്ങളൊന്നും നടത്തില്ലെന്ന് വിദേശ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പ്രമുഖ തിങ്ക് ടാങ്കായ സെന്റർ ഫോർ സ്ട്രാറ്റജിക് ആൻഡ് ഇന്റർനാഷണൽ സ്റ്റഡീസ് പുറത്തുവിട്ട റിപ്പോർട്ടിലാണ് ഇക്കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത്. BBC വെരിഫൈ വിഭാഗം നടത്തിയ ഉപഗ്രഹ ചിത്രങ്ങളുടെ വിശകലനവും ഈ കണക്കുകളെ ശരിവെക്കുന്നുണ്ട്. അമേരിക്കയുടെയും ഇസ്രയേലിന്റെയും സൈനിക നീക്കങ്ങൾക്ക് മറുപടിയായി ഇറാൻ നടത്തിയ മിസൈൽ ഡ്രോൺ ആക്രമണങ്ങളിൽ തന്ത്രപ്രധാനമായ പല സംവിധാനങ്ങളും തകർക്കപ്പെട്ട് കഴിഞ്ഞതായി റിപ്പോർട്ടുകൾ പുറത്തുവന്നു കഴിഞ്ഞിട്ടുണ്ട്. ജോർദാനിലെ താഡ് മിസൈൽ പ്രതിരോധ ബാറ്ററിയുടെ ഭാഗമായ ANTPY-2 റഡാർ സിസ്റ്റത്തിന് നേരെയുണ്ടായ ആക്രമണമാണ് ഏറ്റവും വലിയ സാമ്പത്തിക നഷ്ടമുണ്ടാക്കിയത്. ഈ റഡാർ സിസ്റ്റത്തിന് മാത്രം $485 മില്യൺ വില വരുമെന്നും പറയുന്നുണ്ട്. വിവിധ താവളങ്ങളിലെ കെട്ടിടങ്ങൾ, കമ്മ്യൂണിക്കേഷൻ ടവറുകൾ, ഉപഗ്രഹ ആശയവിനിമയ സംവിധാനങ്ങൾ എന്നിവയ്ക്കായി $310 മില്യൺ അധിക നഷ്ടം കണക്കാക്കുന്നുണ്ട്. ബഹ്റൈനിലും കുവൈറ്റിലും സെൻസിറ്റീവ് റഡാറുകളെ സംരക്ഷിക്കുന്ന റാഡോമുകൾ തകർക്കപ്പെട്ടിട്ടുണ്ട്. ഇത് ആധുനിക യുദ്ധതന്ത്രങ്ങളിലെ അമേരിക്കയുടെ നിരീക്ഷണ ശേഷിയെ പ്രതികൂലമായി ബാധിച്ചു കഴിഞ്ഞു. ഇത് തച്ച് തകർത്തതോടെ പുനഃസ്ഥാപിക്കാനുള്ള ശ്രമങ്ങൾ അമേരിക്ക നടത്തിയെങ്കിലും പിന്നീട് ഉപേക്ഷിക്കപ്പെട്ടു. BBC വെരിഫൈ പരിശോധിച്ച ഉപഗ്രഹ ചിത്രങ്ങൾ പ്രകാരം ഇറാൻ പ്രധാനമായും 3 രാജ്യങ്ങളിലെ അമേരിക്കയുടെ താവളങ്ങളെയാണ് ലക്ഷ്യം വെച്ചത്. കുവൈറ്റിലെ അലി അൽ സലിം വ്യോമതാവളം, ഖത്തറിലെ അൽ ഉദൈദ് വ്യോമതാവളം, സൗദി അറേബ്യയിലെ പ്രിൻസ് സുൽത്താൻ എയർബേസ് എന്നിവയാണ് ഇറാൻ ലക്ഷ്യം വെച്ചത്. മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾ തകർന്നതോടെ ദക്ഷിണ കൊറിയയിൽ വിന്യസിച്ചിരുന്ന താഡ് ഘടകങ്ങൾ അടിയന്തരമായി പശ്ചിമേഷ്യയിലേക്ക് എത്തിക്കാൻ പെന്റഗൺ നിർബന്ധിതരായിരിക്കുകയാണ്. ആദ്യ 6 ദിവസങ്ങളിൽ $11.3 ബില്യൺ ആയിരുന്നു യുദ്ധച്ചെലവ്. 12-ാം ദിവസം പിന്നിട്ടപ്പോൾ $16.5 ബില്യൺ കുതിച്ചുയർന്നിരുന്നു. സ്ഥിതിഗതികൾ നേരിടാൻ $200 ബില്യൺ കൂടി അനുവദിക്കണമെന്ന് പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെഗ്സൈറ്റ് കോൺഗ്രസിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ദുഷ്ടന്മാരെ ഇല്ലാതാക്കാൻ പണം ആവശ്യമാണ് എന്നായിരുന്നു ഈ വിഷയത്തിൽ അദ്ദേഹത്തിന്റെ വിവാദപരമായ പ്രതികരണമെന്ന് കാണാൻ സാധിക്കും. സൈനികമായ നടപടികൾക്കപ്പുറം മനുഷ്യാവകാശ വശങ്ങളും ഭീതിജനകമാണ്. ഫെബ്രുവരി 28-ന് ഡൊണാൾഡ് ട്രംപ് ഇറാനെതിരെ ആക്രമണത്തിന് ഉത്തരവിട്ട ശേഷം 13 US സൈനികർ ഇതിനോടകം കൊല്ലപ്പെട്ടു കഴിഞ്ഞു. ഹ്യൂമൻ റൈറ്റ്സ് ആക്ടിവിസ്റ്റ് ന്യൂസ് ഏജൻസി റിപ്പോർട്ട് പ്രകാരം ഏകദേശം 1400 സാധാരണക്കാർ ഉൾപ്പെടെ 3200-ലധികം പേരാണ് ഇക്കാലയളവിൽ കൊല്ലപ്പെട്ടിട്ടുള്ളത്. തങ്ങൾ ആസൂത്രണം ചെയ്തതുപോലെ കാര്യങ്ങൾ നടക്കുന്നുണ്ടെന്ന് ട്രംപ് അവകാശപ്പെടുമ്പോഴും ഹോർമുസ് കടലിടുക്കിലൂടെ ഗതാഗത തടസ്സങ്ങൾ ആഗോള സാമ്പത്തിക രംഗത്തെ കടുത്ത അനിശ്ചിതത്വത്തിലേക്ക് തള്ളിവിടുകയാണ്. അമേരിക്ക നേരിട്ട് കരസേനയെ ഇറക്കി യുദ്ധം വിപുലീകരിക്കുമോ എന്ന ആശങ്കയിലാണ് ലോകരാജ്യങ്ങൾ നിൽക്കുന്നത്. അതേസമയം സാമ്പത്തിക സ്ഥിതി തകർന്നതോടെ താൽക്കാലികമായ ഒരു പിൻവാങ്ങലും അമേരിക്ക ലക്ഷ്യം വയ്ക്കുന്നുണ്ട്. ഇസ്രയേലിനും കനത്ത നഷ്ടമുണ്ടായതായി പ്രതിരോധ കേന്ദ്രങ്ങൾ വ്യക്തമാക്കി കഴിഞ്ഞു. അതേസമയം ഇറാനെ സംബന്ധിച്ച് യുദ്ധം ഒരു വശത്ത് നടക്കുമ്പോൾ ക്രൂഡ് ഓയിൽ വിപണിയും തകൃതിയായി നടക്കുന്നുണ്ട്. മറ്റ് ലോകരാജ്യങ്ങളുമായി വാണിജ്യപരമായ ഇടപാടുകൾ പൂർവാധികം ശക്തമായി നടക്കുന്നില്ലെങ്കിലും ചൈന അടക്കമുള്ള ലോകരാജ്യങ്ങളിൽ ഓയിൽ വിപണി ശക്തമായി വ്യാപിപ്പിക്കുവാൻ സാധിച്ചതാണ് ഇറാന് നേട്ടമായി നിൽക്കുന്ന ഘടകം.